ലോക്ക്ഡൗൺ വന്നതുകൊണ്ട് പല കോളനികൾക്കും നമുക്ക് ഫീഡിങ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈറ്റാണ്, ഒരു 5-6 കിലോമീറ്റർ അകലുള്ള ഒരു സൈറ്റാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കിയാൽ ഇവിടെ നിറച്ച് 10-30ഓളം തേനീച്ചപ്പെട്ടികൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോളനികൾ ശരിക്കും പറഞ്ഞാൽ തേൻ സീസൺ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്ന് നോക്കിയിട്ടില്ല ഈ ഭാഗത്തേക്ക്. അപ്പോൾ അത് ഏകദേശം ഒരു 3 മാസമായി. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് ഇപ്പോൾ നമ്മൾ ഫീഡിങ് കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. മഴക്കാലം കഴിഞ്ഞ ഉടനെ ലേറ്റായിട്ട് ഫീഡിങ് കൊടുത്തു തുടങ്ങണം. കൊടുത്തില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ് ഉണ്ടാവുക. മഴ പെയ്തിട്ടും നമ്മൾ ഫീഡിങ് കൊടുക്കാത്ത കോളനികൾക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഫീഡിങ് കൊടുക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞതാണ്, എങ്കിലും ഒന്നും കൂടി പറയാം. നമ്മൾക്ക് ഈ തേനീച്ചകൾ തേനുണ്ടാക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയിട്ടല്ല, അത് അവർക്ക് മഴക്കാലത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കൂട്ടുന്നത് ചിലപ്പോൾ ചില നല്ല സീസണിൽ 15-20 കിലോ ഒക്കെ തേനുണ്ടാവും, നല്ല സീസണിൽ നല്ല ടൈമിലൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് മഴക്കാലം അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോർ ചെയ്ത സംഭവം നമ്മൾ എന്ത് ചെയ്യുന്നു, ഹണി സീസൺ ആകുമ്പോൾ നമ്മളത് എടുക്കുന്നു. അപ്പോൾ ഈ മഴക്കാലത്ത് ഇപ്പോൾ നോക്കിയോ എല്ലാ കോളനികളും പട്ടിണിയായി പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ പട്ടിണി എന്ന് പറയുന്ന ഒരു സംഭവം, സ്റ്റാർവേഷൻ, അത് ഈച്ചകൾക്കും മൃഗങ്ങൾക്കായാലും ഉണ്ട് മനുഷ്യന്മാർക്കായാലും ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫീഡിങ് കൊടുക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഫീഡിങ് കൊടുക്കുന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ മുമ്പുള്ള വീഡിയോകളിലും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഫീഡിങ് കൊടുക്കുന്നത് എന്നുള്ളത്. എപ്പോൾ ഫീഡിങ് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ മഴക്കാലത്ത് ഫീഡിങ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പിരിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു കോളനി വേണമെങ്കിൽ 10, 12, 15 ആയിട്ട് പിരിക്കാം. അപ്പോൾ ഒരു കോളനി ഇത്രയും ഡെവലപ്പായിട്ട് പിരിക്കണമെങ്കിൽ നമ്മൾ ഈ മഴക്കാലത്ത് ഫീഡിങ് കൊടുക്കണം. ഫീഡിങ് കൊടുത്തില്ലെങ്കിൽ യാതൊരു കാരണവശാലും നമുക്ക് പിരിക്കാൻ പറ്റില്ല. നമ്മൾ സാധാരണ നമ്മുടെ ഭാഗത്തൊക്കെ ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ പിരിച്ചു തുടങ്ങും. അപ്പോൾ ഫീഡിങ് കൊടുക്കാത്തൊരു കോളനി ആണെങ്കിൽ നമുക്ക് ആഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഒന്നും പിരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് പിരിക്കുമ്പോൾ അറിയാമല്ലോ, മതിയായ കുഞ്ഞുങ്ങൾ വേണം, ഈച്ചകൾ വേണം, ഡ്രോൺസ് വേണം. ഇതൊക്കെ നമ്മൾ കണ്ടീഷൻസ് ഞാൻ പിരിക്കണ ഒരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഫീഡിങ് കൊടുക്കാത്തൊരു കോളനികളിൽ തീരെ കുഞ്ഞുണ്ടാവില്ല, അപ്പോൾ നമുക്ക് പിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഫീഡിങ് കൊടുക്കാത്ത കോളനി ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴായിരിക്കും കുഞ്ഞൊക്കെ കയറി പിരിക്കാൻ പാകത്തിനൊരു കോളനി ആവുക. അപ്പോൾ നമുക്ക് ഫെബ്രുവരി ആകുമ്പോഴത്തേനും തേൻ സീസൺ തുടങ്ങും. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് പിരിക്കാൻ പറ്റിയെന്നും വരില്ല. ഉള്ള കോളനി ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനേ പറ്റുള്ളൂ. നമ്മൾ ഫീഡിങ് കൊടുത്തില്ലെങ്കിൽ 50:50 ചിലപ്പോൾ കോളനി നിൽക്കും, ചിലപ്പോൾ കോളനി പറന്നു പോകും. അത്രയും റിസ്ക് എടുത്തിട്ട് വേണ്ടി വരും ഫീഡിങ് കൊടുക്കാണ്ടിരിക്കാൻ. ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല, ഫീഡിങ് കൊടുക്കാണ്ടിരിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു കൂട്ടുന്ന ഏകദേശം സീസൺ മോശമാണെങ്കിലും 5 കിലോയോളം തേൻ കിട്ടും. അവർക്ക് കഴിക്കാൻ വെക്കുന്ന തേന് അവർക്ക് കൊടുക്കാണ്ട് നമ്മളതെടുത്തിട്ട് പിന്നീട് അവർക്ക് ക്ഷാമകാലം വരുമ്പോൾ തിരിച്ച് നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ? പറക്കാണെങ്കിൽ പറക്കട്ടെ, കോളനി പറക്കാണെങ്കിൽ പറന്നു പോട്ടെ, നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. കാരണം ഇവർക്ക് ഭക്ഷിക്കാനുള്ള തേനാണ് നമ്മൾ ഊറ്റിയെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ തിരിച്ച് ഇവർക്ക് ക്ഷാമകാലം ആകുമ്പോൾ ഒരു പട്ടിണി വരുമ്പോൾ നമ്മൾ തിരിച്ച് എന്തെങ്കിലും കൊടുക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫീഡിങ് കൊടുക്കുന്നതും. പിന്നെ അതേപോലെ പിരിക്കാനുള്ളൊരു സമയം നേരത്തായി വരും. ഫീഡിങ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഈച്ചകൾക്കൊക്കെ ഒന്നും ഉഷാറുണ്ടാവില്ല. നമ്മൾ ഫീഡിങ് കൊടുക്കുകയാണെങ്കിൽ ഈച്ചകൾ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ശക്തിയിലിരിക്കും. അപ്പോൾ ഈ പുറത്തുനിന്നുള്ള ശത്രുക്കൾ, അതായത് കുളവി, മഹാളി എന്നൊക്കെ പറയും, ആ സാധനം, ഉറുമ്പ്, അടപ്പുഴു, ഈ വക സാധനങ്ങളൊക്കെ കോളനിയെ ആക്രമിക്കാൻ ചാൻസ് ഏറ്റവും കൂടുതലാണ് നമ്മൾ ഫീഡിങ് ഒന്നും കൊടുത്തില്ലെങ്കിൽ. അപ്പോൾ പരമാവധി ഫീഡിങ് കൊടുക്കാൻ നോക്കുക. ഫീഡിങ് ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത്. ഈ കോളനി തന്നെ ഒരുപാട് വട്ടം നമുക്ക് പിരിക്കണം. തേനീച്ച കോളനികൾ നമുക്ക് വിൽക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഫീഡിങ് കൊടുത്തു തുടങ്ങണം. ആഗസ്റ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് പിരിച്ച് തുടങ്ങാം. പിന്നെ അതേപോലെ തന്നെ ഫീഡിങ് കൊടുക്കുമ്പോൾ സ്ട്രെങ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആ ഒരു സ്ട്രെങ്ത്ത് ഇപ്പോൾ ഉള്ള സ്ട്രെങ്ത്ത് തന്നെ കീപ്പ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ അതേപോലെ ശത്രുക്കളുടെ അക്രമം ഉണ്ടാവില്ല. കോളനികളിൽ എപ്പോഴും കുഞ്ഞുങ്ങളുണ്ടാവും, കുഞ്ഞുങ്ങളില്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇടക്കിട്ട് വേണമെങ്കിൽ കോളനിയിലെ ബ്രൂഡ് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ഫീഡിങ് കൊടുക്കുന്നത് കൊണ്ട് ഇത്രയും ഉപകാരങ്ങൾ നമുക്കുണ്ട്. ഈ ഒരു സൈറ്റിൽ ലോക്ക്ഡൗൺ കാരണം മറ്റു കാരണങ്ങളാൽ 3 മാസമായിട്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഫീഡിങ് കൊടുക്കുകയാണെങ്കിൽ ലൈറ്റായിട്ട് കൊടുക്കുക. എല്ലാ കോളനികൾക്കും ഒരു 50 ഗ്രാം വീതം ഫീഡിങ് കൊടുക്കുക. എന്നിട്ടൊരു 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ഫീഡിങ് കൊടുക്കുക. 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ഫീഡിങ് കൊടുക്കുക. എന്നിട്ട് നമ്മളെ കൺസെപ്റ്റ് അനുസരിച്ച് 10ാമത്തെ ദിവസം ഇടവിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഫീഡിങ് കിട്ടണ അനുസരിച്ച് ഈച്ചകൾ അത് കുടിച്ചിട്ട് റാണിയെ കൊണ്ട് മുട്ടടിയിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി അവിടെ ഉണ്ടാക്കും. നമ്മളിത് 100 ഗ്രാം 500 ഗ്രാമൊക്കെ ഒരുമിച്ച് കൊടുക്കുമ്പോഴാണ് പിറ്റേ ദിവസത്തിന് ഒരു സ്ഥലം ഇടുക. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഫീഡിങ് കൊടുക്കാത്ത കോളനികൾക്ക് ഫീഡിങ് കൊടുക്കുമ്പോൾ ഒന്നിച്ച് കൊടുക്കരുത്. കുറച്ച് ദിവസം ഇടവിട്ട് ഫീഡിങ് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്തായാലും കോളനികൾ ചെക്ക് ചെയ്യാണ്. ഈച്ചകളൊക്കെ ആകെ പോയി. ഈച്ചകളൊക്കെ പോയി മെഴുകുപുഴു വന്ന് നമ്മൾ സൂപ്പർ ഒഴിവാക്കാത്ത കോളനി ഇപ്പോൾ അത് ആകെ നശിച്ചു.
ശരിക്കും പറഞ്ഞാൽ നമ്മളത് ചെക്ക് ചെയ്തില്ലെങ്കിൽ ശരിക്കും നഷ്ടമാണ് വരുന്നത്. നമ്മളിത് കുറച്ചുകൂടി നേരത്തെ വരണ്ടായിരുന്നു. ബാക്കിയുള്ള കോളനീൻ്റെ അവസ്ഥ എന്താണോ? ക്ലീൻ ആക്കിയിട്ട് ഇത് അതേ സ്ഥലത്ത് തന്നെ വെക്കുകയാണ്. ഒരു പക്ഷേ പോയി ഈച്ച ചിലപ്പോൾ തിരിച്ചു വരാനും ചാൻസ് ഉണ്ട്. നമ്മളിത് നേരത്തെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ അടകൾ മെഴുകായിട്ട് എടുക്കുകയായിരുന്നു. അപ്പോൾ എല്ലാതും മെഴുകുപുഴു ആക്രമിച്ച് കൂട് നശിച്ചു പോയിട്ടുണ്ട്. കൃത്യമായിട്ട് പരിചരണം കൊടുത്തില്ലെങ്കിൽ കോളനി വിട്ടുപോകും. വെട്ടിക്കളയുന്ന അട ഒരു കാരണവശാലും നിലത്തിട്ട് പോകരുത്. ഒരു ചാക്കിൽ ഇതെല്ലാം കയറ്റിയിടുക. കാരണം ഇതിവിടെ ഇടുകയാണെങ്കിൽ ഒരുപാട് അടപ്പുഴുകൾ ഇനി ബാക്കിയുള്ള കോളനികൾക്ക് അറ്റാക്ക് ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ എല്ലാതും ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവുക. നമ്മളൊരു അട പോലും ഇവിടെ അങ്ങനെ അലക്ഷ്യമായിട്ട് ഇടരുത്. ഈ കൂട് പഴയ പോലെ തന്നെ വെക്കുക. ഒരു പക്ഷേ ഈച്ചകൾ കയറും. നാളെ വന്ന് ബ്രഷ് ഉപയോഗിച്ചൊന്ന് തട്ടി കൊടുക്കണം. നമ്മൾ കുറേ കാലം കഴിഞ്ഞ് വരുമ്പോഴേ ഇതിൻ്റെ അടിഭാഗത്ത് ഈ പടർപ്പ് കയറിയിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. എന്തായാലും ഈച്ചകൾ പോയിട്ടില്ല, ഭാഗ്യം. അത് ഈ സൂപ്പർ അടക്കം തന്നെ അങ്ങോട്ട് മാറ്റുക. കുടയാനൊന്നും നിൽക്കണ്ട. ഈ അറ്റത്തത്തെ ഒരു അട ഞാൻ മാറ്റുന്നുണ്ട്. ഞാൻ അധികം ഡിസ്റ്റർബ് ചെയ്യാനില്ല, അത് അടച്ചു വെക്കുകയാണ്. ഒന്ന് രണ്ട് ഈച്ചകളുള്ളൂ. നീൻ്റെ മുകളിൽ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഒരു റൗണ്ട് കറങ്ങി വരുമ്പോഴത്തേനും ബാക്കിയുള്ള കൂടുകളൊക്കെ നോക്കണ്ടേ. ഒരു റൗണ്ട് ഒന്ന് കറങ്ങി വരുമ്പോഴത്തേനും ഈച്ചകൾ ബ്രൂഡ് കയറിക്കോളും, പറന്ന് ബ്രൂഡ് കയറിക്കോളും. ബ്രൂഡ് ഒരു കാരണവശാലും ഇനി ഇളക്കാൻ നിൽക്കരുത്. ഇനിയിപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ കുഞ്ഞുങ്ങളെ ഇല്ല ഇതിൽ, ഫീഡിങ് ഒന്നുമില്ല, ഈ സൂപ്പർ മാറ്റിയിട്ടില്ല. ഇങ്ങനെയൊക്കെ ഒരു കണ്ടീഷൻ വരുമ്പോൾ ബ്രൂഡ് ഒരു കാരണവശാലും ഇളക്കാൻ പാടില്ല. ഫീഡിങ് കൊടുത്തില്ലെങ്കിൽ കൂട് ഉപേക്ഷിച്ച് പോകും. അത് നമ്മൾ നേരത്തെ ഒരു കൂട് കണ്ടു. പിന്നെ വേറൊരു കൂട് തുറന്ന് കാണിച്ചു തന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിൽ ഒരൊറ്റ കുഞ്ഞുങ്ങളില്ല. നമ്മളിനി എല്ലാ അടകളും എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈച്ച നാളേക്ക് പറന്നു പോകും. അപ്പോൾ അതാണ് സൈഡത്തെ ഒരു അട എടുത്ത് കാണിച്ചു തന്നത്. സ്ട്രെങ്ത്തൊക്കെ ആകെ കൊണ്ട് കുറഞ്ഞു പോയി നമ്മൾ ഫീഡിങ് കൊടുക്കാഞ്ഞിട്ട്. ഇനിയിപ്പോൾ ചിലപ്പോൾ ആ കൂട് നമ്മൾ ഫീഡിങ് കൊടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ ഒരു 50% ചാൻസ് ഉള്ളൂ പറന്ന് പോകാണ്ടിരിക്കാനുള്ള ഒരു ചാൻസ്. അപ്പോൾ ഒരു ജനുവരി ഒക്കെ ആകുമ്പോഴായിരിക്കും കൂടൊന്ന് മെച്ചപ്പെട്ട് വരിക. അപ്പോൾ അതുവരെ സ്ട്രെങ്ത് ഇല്ലാണ്ട് ഈച്ചകൾ ഉണങ്ങിയിരിക്കുകയുള്ളൂ. പ്രസൻറ്റിൽ അങ്ങനെ ഇരിക്കുന്ന കൂടുകൾ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാണ്ട് ആ സൂപ്പറിൻ്റെ അടകൾ എടുത്ത് മാറ്റുക. എന്നിട്ട് കുറച്ച് ഈശ 3 ദിവസം കൂടുമ്പോൾ നമ്മൾ ഒരു 50 ഗ്രാമോ ഇതിൽ കുറച്ച് ഈശ ഫീഡിങ് കൊടുക്കുക. ബോട്ടിൽ ഫീഡിങ് ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കോളനിയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുള്ളൂ. പറന്നു പോയ കൂടുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അടകൾ മുഴുവനും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കാലി ഫ്രെയിം ഇട്ട് നമ്മൾ ക്ലീൻ ആക്കിയിട്ട് കൂട് നനയാണ്ട് കവറിട്ട് സൂക്ഷിച്ച് വെക്കുക. ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പക്ഷേ പറന്നു പോയ കോളനി കുറച്ച് ദിവസം 2-3 മാസം അല്ലെങ്കിൽ കുറച്ച് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ തിരിച്ച് വരാറുണ്ട്. ആ കോളനി അല്ലെങ്കിലും വേറെ ഏതെങ്കിലും കോളനി തിരിച്ച് വന്ന് കയറാറുണ്ട്. അപ്പോൾ പറന്നു പോയിട്ടുള്ള കൂടുകൾ ഉണ്ടെങ്കിൽ ആ സ്ഥാനത്ത് തന്നെ നമ്മൾ കാലിപ്പെട്ടി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അത് ക്ലീൻ ആക്കിയിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ തിരിച്ച് ഒരു പക്ഷേ ആ കോളനി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് കോളനികൾ ഇനി പല സ്ഥലത്തുണ്ട് ഈ സൈറ്റിലുള്ളത് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഫീഡിംഗ് ഒക്കെ നന്നായിട്ട് കൃത്യസമയത്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം. തേനിനെ പറ്റിയോ അല്ലെങ്കിൽ തേനീച്ചനെ പറ്റിയോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സംശയമുള്ളവർക്ക് വാട്സപ്പിൽ വോയിസ് ആയിട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ വിളിക്കുന്നേക്കാളും നല്ലത് നമുക്ക് വോയിസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ.